എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. കല്യാണ വീടുകളിൽ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ്. ആർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനാണെങ്കിലോ നമുക്കൊരു 20 മിനിറ്റ് മാത്രമേ മതിയാകൂ. ഇനിയിപ്പോൾ നെയ്ച്ചോറിന്റെ സൈഡ് ഡിഷ് ആയിട്ടും ബിരിയാണിയുടെ മസാലയായിട്ടും അപ്പം, പത്തിരി, പുട്ട്, ചപ്പാത്തി എന്നുവേണ്ട എന്തിന്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്ക ഐറ്റമാണ്. ഇന്നത്തെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാതെ തന്നെയാണ്. എങ്കിൽ തന്നെയും കഷ്ണങ്ങളൊന്നും പൊടിയാത്തൊരു പാകത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ പോവാണ്. ഇതിനായിട്ട് 2 കിലോ അളവിലുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന റോസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മൾ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ബോള് വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കല്ലിലിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. വഴറ്റുന്ന ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പോലെ തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 6 സവാള നൈസായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. സവാള ചേർക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോ സവാളയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് കല്യാണ വീടുകളില് കാറ്ററിംഗുകാര് ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ആണ്. ഈ ഒരു റോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സവാളയുടെ അളവ് വളരെ തന്നെ കൂടുതലാണ്. സവാളയുടെ ടേസ്റ്റ് ആണ് ഈ ഒരു ഗ്രേവിയുടെ ഒരു പ്രത്യേകതയും. ഇപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. സവാള ഒന്ന് വാടി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ പൊടികളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 2 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1 സ്പൂൺ അളവില് ബിരിയാണി മസാലപ്പൊടി, 1 സ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മസാലകളാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ബിരിയാണി മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയുടെ അളവ് 1.5 സ്പൂൺ ആക്കാവുന്നതാണ്. സ്പൂൺ അളവെന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാം ആണ്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണും അല്ല. നമ്മൾ എടുത്തിട്ടുള്ളത് 1 സ്പൂൺ അളവാണ് എല്ലാ മസാലകളും ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി സവാള നല്ലോണം തന്നെ ഒന്ന് വഴണ്ട് വരട്ടെ. റോസ്റ്റുകളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഉരുളികളിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അയൺ പാൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക് പാനൊക്കെ വെച്ച് ചെയ്താൽ നമ്മുടെ റോസ്റ്റിന് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാതെ പോകും. മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 4 ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന തക്കാളി വലിപ്പം കൂടുതലാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ തന്നെ ഒന്ന് ഒരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിലേക്ക് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളാണ് ചേർക്കേണ്ടത്. പൊടികളോട് ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റോസ്റ്റ് ആണ്. 2 മിനിറ്റ് നേരമെങ്കിലും സവാളയും ഈ ഒരു പൊടികളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ മസാലപ്പൊടികളും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം ഞാനിവിടെ നല്ലോണം തന്നെ ഇളക്കി മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. നമ്മളിന്ന് വലിയ പീസുകളായിട്ടാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മസാലപ്പൊടിയും ചിക്കനും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ പീസുകളെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ പീസുകൾ ഒന്ന് നിരത്തിയും കൂടെ വെച്ചു കൊടുക്കണം. ചിക്കൻ പീസുകളെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇതിന്റെ മേലെ ഇങ്ങനെ
ചേർക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പാത്രം മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് തന്നെ വേണം നമുക്ക് മൂടി വെച്ച് കൊടുക്കാനായിട്ടും. അങ്ങനെ 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വീണ്ടും നമുക്ക് ചിക്കൻ പീസുകൾ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ തക്കാളി ചേർത്ത് മൂടി അനക്കാതെ വെച്ച് കൊടുത്താൽ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. തക്കാളി കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും സിമ്മിൽ തന്നെ വെച്ച് കൊടുത്ത് വേണം കഷ്ണങ്ങൾ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. വീണ്ടും ചെറിയ തീയിൽ വെച്ച് തന്നെ മൂടി വെച്ച് കൊടുക്കാം. ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വരും. ആ സമയം വരെ നമുക്ക് ചിക്കൻ ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൂടി തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിം ആണ് വെച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും ചിക്കൻ പീസുകൾ ഉരുളിയിൽ പോലെ ഒന്ന് നിരത്തി കൊടുക്കണം. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ചിക്കൻ റോസ്റ്റിലേക്ക് ഒരു 5-6 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇതൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലേക്ക് ചിക്കൻ മാറ്റി കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ വീണ്ടും നമുക്കിതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ പീസുകളൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്കൊന്ന് റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ടും. 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്കിതൊന്നുകൂടെ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ് മാത്രമേ സമയം ആവശ്യമുള്ളൂ. കൂടുതലായിട്ടും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഈ ഒരു റോസ്റ്റ് പാകപ്പെടുത്തി എടുക്കുന്നത്. ഇപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റി വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള നാളികേര പാല് ചേർത്ത് കറി ഒന്ന് വറ്റിച്ച് റോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഒരു 25 കാഷ്യൂസ് വെള്ളത്തിൽ കുതിർത്തി അരച്ചും കറിയുടെ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനിപ്പോ ഇതൊന്നും തന്നെ ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോ റോസ്റ്റിലേക്ക് നല്ലോണം തന്നെ മസാല എല്ലാം പിടിച്ചൊന്ന് പാകമായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതുപോലൊരു പരുവത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് നല്ലൊരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നല്ല ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോസ്റ്റിന്റെ പാചകം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.